ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബോബി ഡിയോളിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുടുംബത്തിന്റെ പാരമ്പര്യം ഇല്ലാതാക്കി എന്നുള്ളതാണ്. താങ്കളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര സർ ഇതുവരെ ഒരു വില്ലനായിട്ടും അഭിനയിച്ചിട്ടില്ല, നെഗറ്റീവ് റോളും ചെയ്തിട്ടില്ല. സണ്ണി ഒരു പ്രാവശ്യം പോലും നെഗറ്റീവ് റോൾ ചെയ്തിട്ടില്ല. പക്ഷേ താങ്കൾ വില്ലനായിരിക്കുന്നു, നെഗറ്റീവ് റോളിലാണ് അഭിനയിക്കുന്നത്, ബാബ നിരാളയെ പോലെ. അതായത് ഞാൻ എൻ്റെ കഠിനമായ കാലങ്ങൾ കടന്നതിന് ശേഷം OTT പ്ലാറ്റ്ഫോം എനിക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് മാത്രമല്ല, ഒരുപാട് നടന്മാർക്കും ഒരുപാട് ടെക്നീഷ്യൻസിനും ചാൻസ് കൊടുത്തു. ആ സമയത്താണ് ഒരു തീരുമാനമെടുത്തത്. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഹീറോ എപ്പോഴും ഹീറോ തന്നെയാണ്. പക്ഷേ ചില പടങ്ങളിൽ ക്യാരക്ടേഴ്സിന് നോക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും. അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കണമെന്നാണ് വിചാരിച്ചത്. അതുപോലെയുള്ള പടങ്ങളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു. റേപ്പിസ്റ്റ്, കറപ്റ്റ്, കൊലപാതകി, അതും ബാബ എന്നുള്ള പേരില്. അല്ല 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 അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടല്ല അഭിനയിച്ചത്. ഞാൻ പ്രകാശ് ജിയെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പോലീസ് ഓഫീസറുടെ റോളായിരിക്കുമെന്നാണ് കരുതിയേ, ദർശൻ പ്ലേ ചെയ്യുന്ന റോൾ. അത് കഴിഞ്ഞ് ആ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് പ്രകാശ് ജി. അപ്പോൾ പറഞ്ഞു, നീയാണ് ആ ബാബ റോൾ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുന്നു, നമ്മുടെ കംഫർട്ട് സോണിന് പുറത്താണ്, എന്നിട്ടും ഞാനത് ചെയ്യാമെന്ന് സമ്മതിച്ചു. ഐ വിൽ ഡു ഇറ്റ്. അതൊരു ചാലഞ്ചായിരിക്കും. അതായത് സിനിമകളുടെ കാര്യത്തിൽ അഭിനേതാക്കൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ആരെയും കൊല്ലാൻ പോകുന്നില്ല, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മളോട് പെർഫോം ചെയ്യുന്നു. പക്ഷെ ജനങ്ങൾ താങ്കളുടെ മേൽ കുറ്റം ആരോപിച്ചു. താങ്കൾ ബാബയുടെയും ആശ്രമത്തിന്റെയൊക്കെ പേര് ചീത്തയാക്കിയെന്നു. പേര് ചീത്തയാക്കിയെന്നോ? അതുകൊണ്ടാണ് ടൈറ്റിൽ തന്നെ ചേഞ്ച് ആയത്. ആദ്യം ആശ്രമം എന്നായിരുന്നു, പിന്നീട് ബദ്നാം ആശ്രമം എന്നാക്കി മാറ്റി. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം മാറ്റിയത്. മറ്റു ചിലർ പറയുന്നത് ബാബ രാം റഹീമിന്റെ ജീവചരിത്രം വെച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്ന്. അതായത് ആസാറാം ബാബുവിനെ വെച്ചുകൊണ്ട്. ഞാൻ ആക്ച്വലി ഒരു ബാബയുടെ ലൈഫും ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പടത്തിൽ ഇതൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ടെന്നൊക്കെ. ആ വേദനയും വിഷവും മനസ്സിലാക്കിയാലേ ആ കഥ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയൂ, നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിയും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും വലിയ ഹിറ്റായത്. അതായത് പല ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ പ്രദേശങ്ങളിലുമൊക്കെ അതുപോലെയുള്ള ബാബാമാരിപ്പോഴും ഉണ്ട്. അതിൽ നല്ലവരായ ആൾക്കാരും ഉണ്ട്, കുറച്ച് ചീത്ത ആൾക്കാരും ഉണ്ട്. അവർ അറിയാതെ എത്ര പേരുടെ ലൈഫായിരിക്കും സ്പോയിലാക്കി. താങ്കൾ ഏത് മോശം ബാബയെ കണ്ട് ഇൻസ്പയർ ആയാണ് ഈ റോൾ ചെയ്തത്? ആക്ച്വലി ഞാൻ അങ്ങനെ യൂട്യൂബൊന്നും സ്ഥിരമായിട്ട് കാണാറില്ല, ആരെന്ത് ചെയ്യുന്നൊന്നും നോക്കാറില്ല. ഇതുപോലെ കാര്യത്തിൽ നിന്നൊക്കെ ഞാൻ അകന്നു നിൽക്കും. നമ്മുടെ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. ഇത് എവിടെ പോയി അവസാനിക്കുമെന്നും അറിയില്ല. ഒരു വിചിത്രമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മുമ്പൊക്കെ മനുഷ്യർക്കൊരു ഡെപ്തുണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്നേഹവും വാത്സല്യവും ബന്ധമൊന്നും ഇല്ല. ഞാനിതുപോലെയുള്ള കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കും. കാരണം ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാട് വേറെയാണ്. ഇതൊന്നും അന്നില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഇതൊന്നും ഫോളോ ചെയ്യാറില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രകാശ് ജിയെ ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, നേരിട്ട് പറഞ്ഞു, നീ ഒരു വീഡിയോയും കാണരുത്, ഒരു ബാബയുടെ വീഡിയോയും കാണരുത്. ഒന്നു മാത്രം മനസ്സിൽ വേണം, നീ പറയുന്നത് ഓഡിയൻസ് കേൾക്കും. ഞാനതാണ് മൈൻഡിൽ സെറ്റ് ചെയ്തത്. താങ്കൾ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നത് പോലെ താങ്കൾക്ക് ഫീൽ ആയി? കാരണം അച്ഛന്റെ അടുത്ത് പോലും താങ്കൾ ഈ റോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. എന്തിനാ താങ്കളുടെ ജ്യേഷ്ഠന്റെ അടുത്ത് പോലും പറഞ്ഞില്ല? നിങ്ങൾ തുടക്കത്തിൽ തന്നെ എന്നോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യമൊക്കെ തകർത്തില്ലെന്ന്. അതുപോലെ ചേട്ടനെയും അച്ഛനെയും ജനങ്ങൾ സ്വീകരിച്ചു. അവരിരുവരും ഒരിക്കലും നെഗറ്റീവ് റോൾ അഭിനയിക്കില്ല. ഒരിക്കൽ മാത്രം അച്ഛനൊരു നെഗറ്റീവ് റോൾ ചെയ്തു. ആ റോൾ ചെയ്തതിന് ശേഷം അച്ഛന് നല്ല പേര് കിട്ടി. പക്ഷേ അതൊരിക്കലായിരുന്നു. ആസ് ആൻ ആക്ടർ എനിക്കതിൽ ആഗ്രഹമേ ഇല്ല അത് ഫോളോ ചെയ്യാൻ വേണ്ടി. പക്ഷേ അത് സ്ഥിരമാക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കതിൽ താല്പര്യമില്ല. അതായത് ഞാനൊരു ആക്ടറായി നോട്ടീസ് ആവണമെന്ന് ആഗ്രഹിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജനങ്ങൾ ഒരു ആക്ടറായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വിന്നിംഗ് നമ്മളെ തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്കറിയാം, ഞാൻ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ചേട്ടനോടോ പറഞ്ഞാൽ ഇതുപോലൊരു ഷോയിൽ അഭിനയിക്കാൻ പോണെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും എന്നെ അനുവദിക്കില്ല. അതുപോട്ടെ, രാത്രി 2 മണിക്ക് സൽമാൻ എന്നെ വിളിച്ചു.
ബോബി, നീ ഇങ്ങനൊരു ഷോ ചെയ്യുന്നു കേട്ടല്ലോ. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും മാമൂന്ന് സ്നേഹത്തോടെ വിളിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മാമു അങ്ങനെയൊന്നുമില്ല, ഇത് ആരെയും കുറിച്ചുള്ള ഒരു കഥയല്ല, പൊതുവായിട്ടുള്ളൊരു കഥയാണെന്ന് പറഞ്ഞു. ഓ അത് ശരി, ഓക്കേ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് എന്നെ, അതായത് ഷോ താങ്കളുടെ അച്ഛൻ കണ്ട സമയത്ത് ചെവിക്ക് പിടിച്ചിരുന്നു? ഇല്ല, അച്ഛൻ പൊതുവേ ഇതൊന്നും കാണാറില്ല, അതായത് പുതിയതായിട്ട് വരുന്ന സിനിമകളൊന്നും. പക്ഷേ അദ്ദേഹത്തിന് ഫോൺ വന്നിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഫോൺ വരാൻ തുടങ്ങി. അമ്മയുടെ ഫ്രണ്ട്സും പരിചയക്കാരും ഒക്കെ വിളിച്ചു. നിങ്ങളുടെ ഇളയ മോൻ്റെ ആശ്രം സീരീസ് കണ്ടു, വളരെ മനോഹരമായി അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ. എന്ത് നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന്. സോ എൻ്റെ അച്ഛൻ്റെ പരിചയക്കാര്, അച്ഛൻ്റെ സുഹൃത്തുക്കള് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മോൻ ആശ്രം എന്നൊരു സീരീസിൽ വളരെ മനോഹരമായി അഭിനയിച്ചിരിക്കുന്നു എന്ന്, അത് സൂപ്പറായിട്ടുണ്ടെന്ന്. പിന്നെ ബ്രദറിനോട് പറഞ്ഞിരിക്കുന്നു, സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നു. ബ്രദർ പറഞ്ഞു നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ബോബിയുടെ നമ്പർ വേണം, അദ്ദേഹത്തെ വിളിച്ച് നേരിട്ട് അഭിനന്ദിക്കണമെന്ന് പലരും പറഞ്ഞു അത്രേ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവൻച്വലി ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്കൊരു സ്വാതന്ത്ര്യം വേണം, നമ്മുടേതായ തനതായ ഒരു സ്റ്റൈല് വേണം, ഇൻഡിവിജ്വാലിറ്റി വേണം. കാരണം ഞങ്ങളെല്ലാവരും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. അച്ഛനൊരു വലിയ സൂപ്പർ സ്റ്റാറാണ്, വലിയ ലെജൻഡാണ്. അച്ഛനൊരു വലിയ സൂപ്പർ സ്റ്റാർ, ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ജനങ്ങൾ ബോബിയും അതുപോലുള്ള റോളെ അഭിനയിക്കൂ എന്ന് പറയും. ശരിക്കും ഞാൻ വളരെ ലക്കിയാണ്. OTT പ്ലാറ്റ്ഫോം കാരണം ഡിഫറൻ്റ് ആയുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ പറ്റി. ഇപ്പോൾ ഞാൻ ക്ലാസ് ഓഫ് 83 ചെയ്തു, പിന്നെ ആശ്രം ചെയ്തു, ലവ് ഹോസ്റ്റൽ ചെയ്തു. ആ ലവ് ഹോസ്റ്റലിലും നെഗറ്റീവ് റോളാണ്. പിന്നെ ബാറ്റ്സ് ഓഫ് ബോളിവുഡ് ചെയ്തു, അത് വളരെ വലിയ ഹിറ്റായി. സോ സൽമാൻ ഖാൻ താങ്കളുടെ വെൽവിഷറാണ്. ഈ റോൾ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം വളരെ സന്തോഷിച്ചു. മാമു ശരിക്കും നല്ലൊരു വ്യക്തിയാണ് സൽമാൻ. അതായത് അദ്ദേഹം എപ്പോഴും കൊടുക്കാനാണ് ആഗ്രഹിക്കുക. അദ്ദേഹത്തിന് വലിയ മനസ്സാണ്, എല്ലാവരെയും സന്തോഷത്തോടെ കാണണം. അതുകൊണ്ടാണ് അവൻ എന്നെപ്പോലെയാണെന്ന് എപ്പോഴും പറയും. രണ്ടുപേർക്കും സിമിലർ ക്വാളിറ്റി ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എനിക്ക് റേസ് 3ക്ക് വേണ്ടി ഫോൺ വന്നപ്പോൾ, അതിനു മുമ്പ് ഞങ്ങളെല്ലാവരും ചേർന്ന് CCL ക്രിക്കറ്റ്, സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്, ആ സമയത്ത് ഞാൻ താടി വളർത്തിയിട്ടുണ്ടായിരുന്നു ഒരു പ്രോജക്റ്റിന് വേണ്ടി. ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് ശരിക്കും വർക്കൗട്ടായില്ല. അപ്പോഴാണ് സൽമാൻ പറഞ്ഞത്, എന്തിനാ അങ്ങനെ താടി വളർത്തുന്നത്, ഷേവ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവുമല്ലോ എന്ന്. അല്ല മാമു, ഞാനൊരു സിനിമ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതിന് അദ്ദേഹം പറഞ്ഞു, നോക്കൂ ബോബി, എന്റെ കരിയർ ശരിയല്ലാതിരുന്ന സമയത്ത് ഞാൻ സഞ്ജയ് ദത്തിന്റെ പുറത്ത് കയറി, പിന്നെ നിന്റെ ചേട്ടന്റെ പുറത്ത് കയറി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ പുറത്ത് കയറിക്കോട്ടെ എന്ന്. അദ്ദേഹം അത് ഓർമ്മ വച്ചിരുന്നു. ആൻഡ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തു, ബോബി ഷർട്ട് അഴിക്കാൻ പറ്റുമോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് റേസ് 3 കിട്ടിയത്. റേസ് 3 കാരണം എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി. അതായത് സൽമാൻ ഈസ് എ സൂപ്പർ സ്റ്റാർ ഓഫ് ദ മാസ്. എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കും. അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടി. ബോബി ദിയോൾ ആരാണെന്ന് അറിയാത്തവർക്ക് പോലും ബോബി ദിയോൾ ആരാണെന്ന് മനസ്സിലായി. അതെന്നെ വളരെയേറെ സഹായിച്ചു. താങ്കൾ പറഞ്ഞത് സത്യമാണ്. സൽമാൻ ഖാന് വലിയ മനസ്സാണ്, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരു മനസ്സുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താടിയാണ്. താങ്കളുടെ അമ്മയ്ക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. അതെ അതെ, അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലല്ലോ. അമ്മ എപ്പോഴും പറയും, നീ എന്തിനാ അങ്ങനെ വെള്ളത്താടി വെച്ചിരിക്കുന്നതെന്ന്, എന്നെ കറുപ്പിച്ചുകൂടെ എന്ന് ചോദിക്കും. നീ എല്ലാവരേക്കാളും ഇളയവനല്ലേ, അതുകൊണ്ട് കറുപ്പിച്ചുകൂടെ എന്ന് ചോദിക്കും. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, ക്യാരക്ടർ അങ്ങനെയാണ്, ഇങ്ങനെ താടി വളർത്തിയേ പറ്റൂ എന്ന്. പക്ഷേ താങ്കൾ ബാബ നിരാളെ പോലുള്ള ഒരു നെഗറ്റീവ് റോളാണ് ചെയ്തത്, പക്ഷെ നല്ല പേര് ലഭിച്ചു. അതുകൊണ്ടാണോ താങ്കൾക്ക് സിനിമയിലൊക്കെ നെഗറ്റീവ് റോളുകൾ കിട്ടിയത്, ആനിമൽ സിനിമ പോലെ? ആക്ച്വലി അനിമലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നെഗറ്റീവ് റോളായി എനിക്ക് തോന്നിയില്ല. ആക്ച്വലി ഞാൻ ഒരു ഗ്രേ ക്യാരക്ടർ പോലെയാണ്. അതായത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ എല്ലാമായ തൻ്റെ മുത്തശ്ശൻ ആത്മഹത്യ ചെയ്യുന്നത് കാണുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. വലിയൊരു കുടുംബത്തെ നശിപ്പിച്ച് ഒന്നുമില്ലാതാക്കിയിരിക്കുന്നു. അതിൽ നിന്നൊരു ദേഷ്യമുണ്ടാവും, റിവെഞ്ച് ചെയ്യണമെന്ന് നമുക്ക് തോന്നും. അങ്ങനെയായിരുന്നു എൻ്റെ ക്യാരക്ടർ. പക്ഷെ നിങ്ങൾ വിഷ്വലി നോക്കുകയാണെങ്കിൽ ക്ലൈമാക്സിൽ ഞാനും രൺവീറും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നറിയില്ല. രണ്ടുപേരുടെ കഥയും ഒരുപോലെയാണ്. ആൻഡ് ഞാൻ ലക്കിയാണ്, ആ CCR-കാരനാണ് ഈ ചാൻസ് കിട്ടിയത്. ഞാനപ്പോൾ താടി വളർത്തിയിരുന്നല്ലോ. ആ സമയത്ത് സന്ദീപ് റെഡ്ഡി വാങ്ക എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു, ദേ ഇത് നോക്കൂ, ഇത് CCL സമയത്ത് എടുത്താണ്, താടി ഉണ്ടായിരുന്നു, എനിക്ക് ഇതുപോലുള്ള ലുക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ താടി കാരണമാണ് എനിക്ക് ഈ അവസരം കിട്ടിയത്. രൺവീറിന് ദേഷ്യം വന്നില്ലേ? താങ്കൾ അദ്ദേഹത്തെ അടിക്കുന്നു, തള്ളിവിടുന്നു, സിഗരറ്റ് കത്തിക്കുന്നു. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് 2 ഫേവറേറ്റ് ആക്ടേഴ്സ് ഉണ്ട്. ഒന്ന് രൺവീർ, മറ്റൊന്ന് ആലിയ.
പിന്നെ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു സന്ദീപിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി. ഒപ്പം രൺവീറും ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. അദ്ദേഹം അത്ര വലിയ സ്റ്റാറായിട്ടും സെറ്റിലുണ്ടെന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല. എല്ലാവരോടും ഒരുപോലെ സംസാരിക്കും, എല്ലാ കാര്യവും അന്വേഷിക്കും. മറ്റുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തെ അടിക്കുന്ന സമയത്ത് ആ ടൈമിൽ ഓൺ ദ സ്പോട്ട് സന്ദീപ് ഡിസൈഡ് ചെയ്തു ബോബി പഞ്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ മേത്ത് വീണ് സിഗരറ്റ് കത്തിക്കണം. വേറെ ആക്ടർ ആണെങ്കിൽ അതൊരിക്കലും സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ആസ് എൻ ആക്ടർ. ആ സിനിമയ്ക്ക് അത് പ്രധാനമാണെന്നൊരു ഡയറക്ടർ ചിന്തിച്ചാൽ അദ്ദേഹം അതിനെതിര് പറയില്ല. അത് ഓൺ ദ സ്പോട്ടിൽ നടന്നതാണ്. എന്റെ ഫേവറേറ്റ് രൺവീർ കപൂർ, ആലിയ, അവരെ എപ്പോഴൊന്നും ഞാൻ മീറ്റ് ചെയ്യാറില്ല, ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുണ്ട്. ആലിയയെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചിരുന്നു. ആൽഫ ഫിലിം സെറ്റിൽ വെച്ച് നിങ്ങൾ തമ്മിൽ പരസ്പരം എന്തോ സംസാരം ഉണ്ടായിരുന്നു. അതെ, എനിക്കും എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചിരുന്നു സ്നാപ്ഷോട്ട് അതിനെക്കുറിച്ച്. എനിക്ക് വളരെ അതിശയം തോന്നി. എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് എഴുതുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അതായത് ആൽഫ സിനിമയുടെ കാര്യം എടുത്താൽ ഞാൻ എഗെയിൻ രൺവീറിനൊപ്പം അഭിനയിച്ചു. പിന്നീട് ഒരു ചാൻസ് കൂടി എനിക്ക് കിട്ടി ആലിയോടൊപ്പം. എന്താ നടക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സാണ്. രണ്ടുപേരോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടി. സോ ഇറ്റ് വാസ് സോ നൈസ്. അവർ നല്ല ആക്ടേഴ്സാണ്, വളരെ പ്രൊഫഷണലായ ആക്ടേഴ്സാണ്, വളരെ ഹാർഡ് വർക്ക് ചെയ്യും. ഫൈറ്റ് സീക്വൻസിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രിപ്പയർഡ് ആയിരിക്കും. എനിക്ക് മനസ്സിലായില്ല ആരാ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചതെന്ന്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ബോബി വളരെ ദേഷ്യപ്പെട്ടതുകൊണ്ട് ആദിത്യ ചോപ്ര മറ്റൊരു സിനിമ കൂടി ഓഫർ ചെയ്തു എന്ന്. അതായത് ഞാൻ എല്ലായിടത്തും പോയി അതെല്ലാം കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഐ ആം ലക്കി ദാറ്റ് ഹിയർ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ശരിക്കും എല്ലാവരും ഇൻസ്റ്റയിൽ ഇൻഫ്ലുവൻസ് ആയിരിക്കുകയാണ്. അതിൽ 90% കഥകളും സത്യമായിരിക്കില്ല. അതിൽ കുറച്ചു മാത്രമേ സത്യമുണ്ടാവൂ. അതായത് എല്ലാം കള്ളമാണ്. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും അത് വിശ്വസിക്കുന്നു. പക്ഷേ ഈ കഥ സത്യമാണോ? ആനിമലിൽ അഭിനയിച്ചതിന് ശേഷം താങ്കൾക്ക് മൃഗങ്ങളോടുള്ള സ്നേഹം കൂടി അടുത്ത സിനിമയ്ക്ക് ബന്ദർന്ന് പേര് വെച്ചെന്ന് കേട്ട് സത്യമാണോ? That was a good one. Rajat sir, that was a good one. അതായത് ഞങ്ങൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിഖിലായിരുന്നു പ്രൊഡ്യൂസർ, നിഖിൽ ത്രിവേദി. അദ്ദേഹം പഴയ പാട്ട് തിരഞ്ഞു. ആ പാട്ട് വളരെ പോപ്പുലറായി. കമോൺ ബേബി ദിൽ കിസ്കോ ദേഗി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ടൈറ്റിൽ വെക്കൂ, കമോൺ ബേബി ദിൽ കിസ്കോ ദേഗി. ഞങ്ങൾ സെറ്റിൽ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ആ ബന്ദർ എന്ന ടൈറ്റിൽ പടത്തിന് സ്യൂട്ടായി. അതായത് കഥ ബേസ്ഡ് ഓൺ ദ ട്രൂ സ്റ്റോറിയാണ്. അതുപോലുള്ള കഥ ചെറുപ്പത്തിൽ കണ്ടിരിക്കാം. അതായത് അനിമൽസിനോട് വളരെ ക്രൂരമായി പെരുമാറും, പിന്നെ കുരങ്ങിനെയും കൊണ്ട് ചുറ്റി നടക്കും, മേളമടിച്ച് അതിനെ അതുപോലെ തന്നെ കളിപ്പിക്കും ആ കുരങ്ങിനെ വളർത്തുന്നവർ. ആ കഥ പോലെ മനുഷ്യരുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാം. അതായത് അവൻ്റെ ലൈഫ് അങ്ങനെയാണ്, കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അത് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഞാനിതുവരെ അഭിനയിച്ച ക്യാരക്ടേഴ്സ് എല്ലാം വളരെ ബ്രഹ്മാണ്ഡമായിരുന്നു. അങ്ങനെ അഭിനയിച്ച് നമ്മൾ കണ്ടീഷൻഡ് ആയിട്ട് മാറും. അങ്ങനെയുള്ള സമയത്തൊരു റിയൽ ക്യാരക്ടർ പ്ലേ ചെയ്യണമെങ്കിൽ, അതായത് നോർമലായിട്ട് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഇത് നെഗറ്റീവ് റോളാണോ? ഇതിലും താങ്കൾ വില്ലനാണോ? അങ്ങനെയൊന്നുമില്ല. പ്രോമോ കാണുന്നവരെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കും. അല്ല, താങ്കളെ വില്ലനായിട്ട് കണ്ടങ്ങ് ശീലിച്ചു. പക്ഷേ ഇപ്പൊ കുറച്ചൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാനും കുറച്ച് പോസിറ്റീവ് റോൾസ് ചെയ്യാമെന്ന്. പക്ഷേ ഒരിക്കൽ ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ഇമേജ് ക്രിയേറ്റ് ആയ പിന്നെ അതുപോലുള്ള റോൾ തുടർന്ന് തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കും. ജനങ്ങൾ താങ്കളെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് നോക്കാം. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ താങ്കളെ പറ്റിയുള്ള മീംസ് കണ്ടിരുന്നു. വളരെ വൈറലായിരുന്നു. ലോഡ് ബോബി, DJ ബോബി. ഈയൊരു കഥ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോ? തുടക്കത്തിലൊക്കെ കുറച്ച് ട്രോൾസ് നേരിടേണ്ടി വന്നു. അതായത് ജോലിയില്ലായിരുന്ന സമയത്ത് ഈവന്റിന് ക്ഷണിക്കും, അപ്പോൾ പോയാൽ പിന്നെ കുറച്ച് കാശും കിട്ടും. ആ സമയത്ത് ഡൽഹിയിൽ ഒരു ഈവന്റ് ഉണ്ടായിരുന്നു, നൈറ്റ് ക്ലബ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. എന്നെ കൺസോളിന്റെ പുറകെ നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നതായി ജനങ്ങൾ വിചാരിക്കും, എന്നിട്ട് മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞാനും അതുപോലെ മുന്നോട്ട് പോയി. ആൻഡ് ഓബിയസ്ലി ഞാൻ ബോബി ഡിയോൾ. ഞാൻ അഭിനയിച്ച സിനിമയിലെ പാട്ടേ പ്ലേ ചെയ്യൂ. ജനങ്ങളും എൻ്റെ പാട്ട് കേൾക്കാനല്ലേ ആഗ്രഹിക്കൂ. ഞാൻ ശരിക്കും ഒരു DJ ഒന്നുമല്ല. എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ കുടുംബത്തെയും എല്ലാവർക്കും ഇഷ്ടമാണ്. അവര് ഈ ട്രോളിംഗ് വരുമ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തു, ബോബി യഥാർത്ഥത്തിൽ ആരാണ്. പിന്നീട് എൻ്റെ പേര് ലോഡ് എന്നായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ബ്ലെസ്ഡാണ്. അച്ഛൻ കാരണമാണ് എനിക്ക് ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു പേര് കിട്ടിയത്. പിന്നെ
എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ ലോഡെന്ന് വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സോ അത് മുഴുവനും സ്നേഹമാണ്. ആൻഡ് റെസ്പെക്റ്റ്. ആൻഡ് ഞാൻ എന്ത് പറയാനാണ്, ഞാൻ ബ്ലെസ്ഡാണ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അനിമൽ എന്ന മൂവിയിൽ നിങ്ങളുടെ ഒരു ഫേമസ് ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്, ജമാൽ ജമാലി എന്ന പാട്ടിലെ. സാർ, ഇപ്പോൾ ആ പാട്ട് എല്ലാ കല്യാണങ്ങളിലും ഇടുകയാണ്. ആരെങ്കിലും ഒരാൾ തലയുടെ മുകളിൽ ഗ്ലാസും വെച്ച് ഡാൻസ് കളിക്കും. സാർ, നിങ്ങൾക്ക് ഒരു തവണ ഡാൻസ് ഒന്ന് ഇവിടെ വെച്ച് കളിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ്. ഞാൻ എങ്ങനെ ചെയ്യാനാണ്? ഞാൻ നിങ്ങളോട് പറയാം. ആ ഡാൻസ് സ്റ്റെപ്പ് എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ, അതായത് എനിക്കൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിയുന്ന പോലെ വളരെ സന്തോഷവാനാണ്, മ്യൂസിക് പ്ലേ ആവുന്നുണ്ട്, ഞാൻ ഡാൻസ് ചെയ്യുന്നു. സന്ദീപ് കോറിയോഗ്രാഫറെയൊന്നും കൊണ്ടുവന്നിരുന്നില്ല, എന്നോട് ഡാൻസ് ചെയ്യാൻ പറയാനുണ്ടായത്. ഞാൻ പറഞ്ഞു കോറിയോഗ്രാഫർ ഇല്ലാതെ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നറിയില്ല എന്ന്. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇത് ബോബി ഡിയോളിനെ പോലുണ്ട്, പിന്നെങ്ങനെ വേണം? സോ സൗരവ് സച്ദേവ എൻ്റെ ബ്രദർ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഡാൻസ് ചെയ്ത് കാണിക്കുക, നിങ്ങൾ എങ്ങനെ ഡാൻസ് ചെയ്തെന്ന് ഞാനത് കാണട്ടെ എന്ന്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്, ഞാൻ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു ആ ഷോട്ടിൽ. അപ്പോൾ എനിക്ക് തോന്നി, ഉടനെ എൻ്റെ മൈൻഡിൽ വന്നു, ഞാൻ പഞ്ചാബിൽ പോകുമ്പോഴൊക്കെ സമ്മർ ഹോളിഡേയ്സിൽ, വിൻ്റർ ഹോളിഡേയ്സിൽ അച്ഛൻ അവിടെയുള്ളപ്പോൾ അച്ഛൻ്റെ കൂടെ കുടിക്കാൻ പലരും വരുമായിരുന്നു. കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പഞ്ചാബിലുള്ള ആൾക്കാർ ആൽഫ ആയി മാറും. തലയിൽ ബോട്ടിൽ വയ്ക്കും, ഗ്ലാസ് വയ്ക്കും. അതുപോലെ ഞാനും തലയിൽ ഗ്ലാസ് വെച്ച് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു. അന്ന് എനിക്കറിയില്ലായിരുന്നു അത് ഇത്രയൊക്കെ പോപ്പുലർ ആവുമെന്ന്. സന്ദീപിനത് ഇഷ്ടപ്പെട്ട് അത് അതുപോലെ തന്നെ ഷൂട്ട് ചെയ്തു. പിന്നീട് അത് ശരിക്കും വൈറലായി. അതായത് ഞാൻ പുറത്തിറങ്ങിയാൽ ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും എന്നെ അറിയാം. ഞാൻ അഭിനയിച്ചത് അഡൽട്ട് പടത്തിലല്ലേ, പിന്നെ കുട്ടികൾക്ക് എങ്ങനെ എന്നെ അറിയാം? അതായത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അവര് റീൽസ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പോപ്പുലർ ആയത്. ഞാൻ ശരിക്കും വളരെ സന്തോഷവാനാണ്, കുട്ടികൾക്ക് പോലും എന്നെ മനസ്സിലായല്ലോ. ചെറുപ്പക്കാര് ബന്ദർ സിനിമ കാണാൻ വേണ്ടി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അതും അഡൽട്ട് പടമാണ്. ഇപ്പോഴും അത് സെൻസർ തന്നെയാണ് ഉള്ളത്, അഡൽട്ട് തന്നെയാണ്. കാരണം അതിൻ്റെ സബ്ജക്റ്റ് അങ്ങനെയാണ്. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ചാലഞ്ചിങ്. ഞാൻ ആ സിനിമ ചെയ്യുമ്പോൾ ദിവസവും 12-13 മണിക്കൂർ വരെ ഷൂട്ട് ചെയ്യുമായിരുന്നു. 27 ദിവസം കൊണ്ട് സിനിമ തീർത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പാണെന്ന് പറയാം, അനുരാഗിനൊപ്പം. ആ സിനിമയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് നമുക്കുള്ളിൽ ഡാപ്പ് ചെയ്യണം, എങ്ങനെയാണ് എമോഷൻസ് പുറത്തു കൊണ്ടുവരിക. എൻ്റെ മുന്നിൽ അത്രയും ആക്ടേഴ്സുണ്ട്, നല്ല നല്ല ആക്ടേഴ്സുണ്ട്. അവരുടെ എനർജിയോടൊപ്പം എൻ്റെ എനർജിയും ഇംപ്രൂവ് ആയി. ഞാൻ പലതും പഠിച്ചു. അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഫോർ മീ ആസ് എൻ ആക്ടർ. അതായത് ഞാൻ എൻ്റെ എല്ലാ നാണക്കേടുകളെയും മാറ്റി. ഒരു മടിയുമില്ലാതെ ഒരു ആക്ടർ ആയാൽ ശരിക്കും അങ്ങനെ വേണം, ഒന്നും ചെയ്യാൻ നാണിക്കരുത്. ഈ പടത്തിന് അത് അത്യാവശ്യമായിരുന്നു. സോ ഞാനത് മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നാൽ ആവുന്നത്ര ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെയും ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുകയാണ്. താങ്കളുടെ ഈ സിനിമ വിജയിക്കണം, താങ്കൾ വീണ്ടും ഹിറ്റടിക്കണം പോസിറ്റീവ് റോളുകളിൽ.